चलोगे क्या? अना HSR ಬರ್ತೀರಾ? इंदिरा नगर चलोगे क्या? 300 इंदिरा नगर ಬರ್ತೀರಾ? 200 ना? कोरमंगला आओगे? कोरमंगला ಬರ್ತೀರಾ? ಎಷ್ಟು ತಗೋತೀರಾ? HSR ಲೇಔಟ್ आओगे? हाँ? ಅಣ್ಣ HSR ಬರ್ತೀರಾ? ಹೌದು ಬರ್ತೀವಿ. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്രീധരൻ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടികൾ ചെയ്ത വീഡിയോ ആണ്. ശരിക്കും അത് ഗുരുതരമായൊരു സംഭവം തന്നെയാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശരിക്കും ശ്രീധരനും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നം കൂടുതലായിട്ട് അവിടെ ഉണ്ടോ? ഈ ഭാഷാടിസ്ഥാനത്തുള്ള പ്രശ്നം സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും വളരെ അധികമുണ്ട്. അത് പക്ഷേ ദക്ഷിണേന്ത്യൻ ഭാഷകളിലുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾക്കാണ്. പ്രത്യേകിച്ച് ഒരു ഹിന്ദി കന്നഡ ഒരു പോര് തന്നെ ബംഗളൂരുവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്കിങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദക്ഷിണേന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്നവരോട് അത്ര പ്രശ്നമില്ല. പക്ഷേ ഈ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകളോട് ഓട്ടോ ഡ്രൈവർമാർ മോശമായ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ നമ്മൾ തന്നെ തത്സമയ റിപ്പോർട്ടിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈ വീഡിയോ നോക്കൂ. ഹിന്ദി ഭാഷയിൽ ചോദിക്കുന്ന ആളോട് വരില്ല എന്ന് പറയുന്നു. അതേ സ്ഥലത്തേക്ക് കന്നഡ ഭാഷയിൽ ചോദിക്കുന്ന ആളുകളോട് വരാമെന്ന് പറയുന്നു. രണ്ട് കൂട്ടരോടും പറയുന്ന റേറ്റ്, അത് ഓട്ടോ കൂലി, അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇങ്ങനൊരു വിവേചനം സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് പറയുമ്പോൾ പോലും സ്വാഭാവികമായിട്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു നടപടി എന്നുകൂടി ഇതിനെ നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു വിടവ് കാര്യമായിട്ട് തന്നെ ബംഗളൂരു നഗരത്തിൽ ഉണ്ട്. അതായത് ഉത്തരേന്ത്യക്കാർ ദക്ഷിണേന്ത്യക്കാർ എന്നുള്ള വിവേചനമുണ്ട്. അതിൽ ദക്ഷിണേന്ത്യക്കാരിൽ നിന്ന് തന്നെ കന്നഡക്കാർ എന്നുള്ള വിവേചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന് അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വായിച്ചാൽ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ ഭാഷ പഠിക്കണം എന്നൊക്കെയുള്ള കമന്റുകളാണ് കാര്യമായിട്ട് വരുന്നത്. അതൊരു ഡിവിഷൻ ആളുകൾക്കുള്ളിൽ വരുത്തുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലെങ്കിലും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇത്തരം വീഡിയോകൾ വൈറലാവുന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പരുഷമായ രീതിയിലേക്ക് പെരുമാറ്റം പോകുന്നതും പലപ്പോഴും ബംഗളൂരു നഗരത്തിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം മറന്ന് എല്ലാവരും തർക്കങ്ങളുണ്ട് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അത് സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കമന്റ് സെക്ഷനിലും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് മനുഷ്യരുടെ മനോഭാവം എന്തായിരിക്കും? ഒരുപാട് പേരിലേക്ക് നമ്മളൊരു സർവേ പോലും നടത്തിയാലല്ലേ? ശരി ശ്രീധരൻ.